ബോയ്സ് ആൻഡ് ഗേൾസ് ഇന്നലെ വീഡിയോ കഴിഞ്ഞ് പൈസ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതിനെ കൊണ്ട് ബാങ്കിൽ ഇടണം. ബാങ്കിൽ ഇടുന്നതായിരിക്കും സേഫ്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ആ പൈസ കോയിൻ ആക്കി വെച്ചിരിക്കുന്നതൊക്കെ അത് അവിടെ മൂലക്കെടുത്ത് വെക്കാം. പക്ഷെ അത് വേണ്ട, ഏതായാലും ഇപ്പോഴത്തേക്ക് വേണം, പിന്നെ പേര് നോക്കാം. അപ്പോൾ പൈസ ഇതിനകത്ത് കുറച്ച് കിടപ്പുണ്ട്, പിന്നെ ഇതിനകത്ത് ബാക്കി ഏറെ കിടപ്പുണ്ട്. ഇതെല്ലാം നമുക്ക് ആ ബാഗിലാക്കാൻ നോക്കാം. അമ്മ പറയുന്നത് ബാഗ് കൊണ്ടുപോകണം. നമുക്ക് ബാഗിനകത്തോട്ട് വെക്കാം. ഞാൻ ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിപ്പം മഷീൻ വെച്ച് എണ്ണി എത്ര നേരം എടുക്കുന്നത്. ഇന്നലത്തെ വീഡിയോ കാരണം എനിക്കറിയാം മഷീൻ അല്ലാതെ കൈ കൊണ്ട് എണ്ണി എത്ര നേരം എടുക്കുന്നത്. അപ്പൊ നമുക്ക് മഷീൻ കൂടി അറിയാം. ഞാൻ പറഞ്ഞ ഇതെല്ലാം ഈ 50 രൂപയുടെ നോട്ട് 500ന്റെ ആയിരുന്നെങ്കിൽ ഏകദേശം ഒരു 80 ലക്ഷത്തിന്റെ അടുത്തെങ്കിലും വരും. പ്രതീക്ഷിക്കാം. ബാഗ് പൊട്ടിപ്പോരുതേ. റബ്ബറിൽ ഇട്ടിരുന്നതാണ് എല്ലാം ഇറങ്ങി വന്ന്. പോയപ്പോ എന്തായാലും ഞാൻ ഒതുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാങ്കിലോട്ട് കൊണ്ടുപോകാം. ഉള്ള വിയർത്ത് വിളിച്ച് റബ്ബർ ബാൻഡിൽ നിന്നെല്ലാം പൈസ ഇറങ്ങി വന്നു. എല്ലാ റബ്ബർ ബാൻഡ് ഊരിപ്പോയി. ഇങ്ങനത്തെ പ്രോബ്ലം വല്ലപ്പോഴൊക്കെ വരുന്നത് നല്ലതാ. അമ്മയെ കുറ്റം പറയാതെ വാ, പെട്ടെന്നുകൊണ്ട് കിടക്കണേ, പെട്ടെന്നുകൊണ്ട് കൊടുക്കട്ടെ. ബാങ്ക് അടയ്ക്കും. പുറകിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞപ്പോൾ അതിന് വെയിറ്റ് കൂടിയെന്ന് തോന്നുന്നു കേട്ടോ. കാറ്റ് കയറണമെന്ന് അറിയത്തില്ല. 1 day I'm gonna do 50 lakhs man, then 1 CR. Let's go. 1 കിലോമീറ്റർ വേറെ സ്ഥലത്ത് പോയിട്ട് കാർ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് നടക്കുമോ ബാങ്കിലോട്ട്. അമ്മേനെ അവിടെ ഞാൻ ബാഗുമായിട്ട് ഇറക്കി. അപ്പോൾ എന്തായാലും ഞാൻ ഇത് എണ്ണി തീർക്കാൻ എത്ര സമയം എടുക്കുന്നത് ടൈം ചെയ്തിട്ടൊക്കെ പറയാൻ കേട്ടോ. മറ്റവർക്കാണെങ്കിൽ മണിക്കൂറുകൾ എടുത്തു. ഞങ്ങൾ വീഡിയോ ഫുൾ വിറ്റാ. അത് എന്തായാലും ശരി, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. അപ്പോൾ പറയാം. അമ്മ എവിടെയും കാണണ്ടേ, അവിടെ ഇറക്കി വിട്ടേ. കാരണം പറഞ്ഞുണ്ടോ അമ്മ അവിടെ നിൽക്കുന്നത് കണ്ടോ. എടുക്ക് ആ എടുത്തോ. അമ്മ ജിമ്മി പോകുന്ന ആളല്ലേ? അകത്ത് പോയി കേട്ട് ഞാൻ പറയാം. ബോയ്സ്, അപ്പോൾ ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങി. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറല്ല, 1 മണിക്കൂർ 15 മിനിറ്റ്. ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റ്. അവർക്ക് ഏകദേശം ഫുൾ എഴുതി തീർക്കാൻ അല്ല, അവരെ ഫുൾ എണ്ണി തീർത്തില്ല. അവർ ഏകദേശം ഒരു 9 ലക്ഷം എണ്ണി തീർന്നു. 1 മണിക്കൂർ 10 മിനിറ്റ് ഒക്കെ എടുക്കും അവർക്ക് 9 ലക്ഷത്തിന്. ബാക്കി ഇവിടെ താഴ്ത്തിരിക്കുന്നു. ആണല്ലേ, കൊള്ളാല്ലേ. ഹായ് ഹായ് ഹായ്. ആണോ? ഞാൻ ഹായ് പറയാല്ലേ. ഓ യെസ് യെസ് യെസ്. ഹായ് ഹായ്. ഓ ഹായ്. ഓ ബൈ ബൈ ബൈ. രണ്ടാമത്തെ വ്ളോഗറിനെ കിട്ടിയിരിക്കുകയാണ്. അവന്റെ വീട്ടിൽ എന്നെ ഇട്ടു. വരും. ആ ഫോട്ടോ എടുക്ക. ബൈ ബൈ ബൈ. ഓ അമ്മ ഈ കടയിൽ വല്ലതാണ് അതിനകത്തുണ്ട്. അമ്മ അവര് പൈസ ഫുള്ളും എടുത്തില്ലമ്മേ. പൈസ എടുത്തില്ല അവര്. നാളെ രാവിലെ വരാൻ പറഞ്ഞു. കൊള്ളാം. ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒന്നും ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അവിടെ. സത്യം പറയുവാണെങ്കിൽ മുഖമൊക്കെ ചെറുതൊന്ന് ചൊട്ടി. സത്യം പറയുവാണെങ്കിൽ നിന്ന് ചൊട്ടിയതല്ല, ഞാൻ ഈ പൈസ ആയിട്ട് കൊണ്ട് ചെന്നപ്പോ ചൊട്ടിയതാ. അമ്മേ പൈസ എടുക്കമ്മേ. പിന്നെ ആര് പൊക്കാനാ പറ, ഞാൻ തന്നെ പൊക്കാം, കുഴപ്പമില്ല, എന്റെ പൈസ അല്ലേ. അമ്മേ ഞാൻ ചാകം കൊണ്ട് ചെന്നേനെ. പക്ഷെ ഞാൻ പറയുന്നത് ഇതിപ്പോ 50 രൂപ ആയതുകൊണ്ട് എനിക്ക് ആ ഫുൾ കംപ്ലീറ്റ് ഓറാഫാം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എന്തെങ്കിലും താമസിക്കാതെ ഞാൻ 500ന്റെ കെട്ടിങ്ങിനെ കുറച്ച് ഹെവി ആയിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അവർക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോഴേ വല്ലയിടത്തും പറഞ്ഞില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് വിചാരിക്കും അതെല്ലാം നടക്കും. എന്റെ സുപ്പീരിയർ ലക്കാണ് എനിക്ക്. അതുകൊണ്ട് 500 വെച്ച് ഞാൻ പോകുന്നു പറഞ്ഞാൽ 500 വെച്ച് പോകും. അമ്മ പിടിയാൻ വെയിറ്റ് ഉണ്ട്. അമ്മ അവിടെ ഒരു കടായി മറ്റേ ചരിവം ബാർഗൻ ചെയ്ത് മേടിക്കാൻ നോക്കുകയാണ്. അവര് 360 പറഞ്ഞ് അമ്മ അത് 300 ഒപ്പിക്കാൻ നോക്കുന്നു. വേണ്ട, അമ്മ കുറപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. കാണൂ ഗൈസ്, എല്ലാവരും നിങ്ങളെല്ലാരും കാണും. അമ്മ ചെയ്യുന്നതാണ്ട എനിക്ക് കൊണ്ടുവന്നായിരുന്നു കിവാറ്. എത്ര രൂപ ഇവിടെ കറങ്ങി എനിക്ക് കൊണ്ടുവന്ന കിട്ടി. ഞാൻ കൊണ്ടുപോവാ പെട്ടെന്ന് കൊണ്ടുപോവാ. അമ്മ കേറി. ഇപ്പൊ തൽക്കാലം നമുക്ക് പിന്നെ നോക്കാം. കേറ്. ബോയ്സ് ആൻഡ് ഗേൾസ്, അമ്മ പിന്നെ അടുത്തൊരു പർച്ചേസിന് വേണ്ടി എന്നെ എണ്ണയ്ക്കെന്നും പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നു. കുറച്ച് എത്ര രൂപ? 1500 രൂപ. 1500 രൂപ എത്രയെങ്കിലും ആകട്ടെ. കൊള്ളാം. ചാക്ക് കണക്കിന് പൈസ വെച്ചിരിക്കുന്നവരാണ്. കേട്ടാ, ചാക്ക് കണക്കിന് പൈസയാണ്. ചാക്ക് കണക്കിന് മുക്കിക്കൊണ്ട് നടക്കേണ്ട മുല്ലൊക്കെ അല്ല. ക്യാൻ കിട്ടി. ഒരു വലിയ കണ്ടെയ്നർ ഡയറക്റ്റ് ഒഴിച്ചെടുക്കുക. വെച്ചു എന്നാ പൈസ തന്നിട്ട് എന്താ മുഴച്ച തൊട്ട ഉടനെ മുഴക്കാനാണല്ലേ. ഇപ്പൊ വെക്ക്, ഇങ്ങോട്ട് വെക്കാൻ എവിടെയെങ്കിലും വെക്ക്. ബോയ്സ്, അടുത്ത ദിവസമാണ്. ഞാൻ പിന്നെയും ബാക്കിയുള്ള പൈസ ഇടാൻ വന്നു. ഇന്നലെ നടന്നില്ലല്ലേ. പൈസ എടുക്കുന്നതിനെക്കാട്ടിലും മെനക്കേട് ഇപ്പൊ തിരിച്ചിടുന്നതായിരുന്നു സത്യം പറഞ്ഞു. ഞാനിപ്രാവശ്യം വേറെ ബാങ്കിൽ വന്നു, മെയിൻ ബ്രാഞ്ചിൽ വന്നു. അവിടെ തന്നെ ഈ പൈസ എല്ലാം പോകുന്നത്. അപ്പോൾ അവിടെ തന്നെ ഇടാൻ വിചാരിച്ചു. പൈസ ഇട്ട് കഴിഞ്ഞു. ഇത് വേറെ ആവശ്യത്തിനെടുത്ത പൈസ. ഇന്നലെ ഞാൻ 9.5 ലക്ഷം ഇട്ടായിരുന്നു. ആ ലക്ഷങ്ങള് അവിടുന്ന് എണ്ണി അവര്. പക്ഷെ എണ്ണിയിട്ട് അവർക്കിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം നോട്ട്.
അലൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഇങ്ങനെ മോന്ത തിരിച്ച് വെക്കണം. അപ്പോൾ അതവർ അങ്ങനെ വെച്ചില്ല, അവർ നേരെ കൊണ്ട് അയച്ചു വിട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഉമ്മിഷ്ടം ഇവർക്കുണ്ടായിരുന്നു. ലില്ലിയ ബാക്കി 5-6 ലക്ഷം കൂടി കൊണ്ടുവന്നപ്പം എന്താണ് തുടക്കത്തിൽ എന്നൊക്കെ ഒന്ന് ഇതായിട്ട് സംസാരിച്ചെങ്കിലും പിന്നെ ഒരു വൈബായിരുന്നു. പക്ഷെ തുടക്കത്തിൽ എന്നൊക്കെ പറഞ്ഞ് എന്താണ് പൈസനെ കുറിച്ച് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം, ഇങ്ങനെയൊന്നും അല്ല, ഇതെന്താ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന 100ന്റെ ബണ്ടിലായിട്ട് ഞാൻ മിക്കതും 100 പക്ഷെ കുറച്ചൊക്കെ 100 പിന്നെ അത് 100ന്റെ ബണ്ടിലായിട്ട് കൊടുക്കുമ്പോൾ നിയമം ഇല്ല. പിന്നെ ഇത് ഓറിയന്റേഷൻ ചെയ്ത് കൊടുക്കുമെന്ന് നിയമം ഇല്ല. എനിക്കങ്ങോട്ട് ക്യാഷ് കൊടുത്താൽ മതി. അവരങ്ങോട്ട് ഇല്ല, അവർക്ക് വർക്ക് കൂടുതലാണ്. അതുകൊണ്ട് അവരെന്നെ കുറച്ച് എൻ്റെ അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട്, ഒന്ന് പൈസ ആകുമ്പോൾ റെസ്പെക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോയുടെ ആവശ്യം എനിക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ കുന്നുകൂട്ടി വെക്കണമെന്ന്. എൻ്റെ വീഡിയോയുടെ ആവശ്യം അത് എൻ്റെ പൈസ, അത് ഞാൻ ഇൻട്രോ ചെയ്തു. എൻ്റെ പൈസ എന്ത് ചെയ്യണം നിങ്ങൾ പറയേണ്ട ആവശ്യമുള്ളവരൊക്കെ പറഞ്ഞ് അപ്പം അവിടുത്തെ മാനേജർ പറഞ്ഞു അത് ശരിയാണ് ഇവിടെ പൈസ. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ നല്ല വൈബായിരുന്നു. തുടക്കത്തിൽ എന്നെ ഒന്ന് ഉപദേശിക്കാൻ നോക്കിയെങ്കിലും ഞാൻ തിരിച്ച് പറഞ്ഞു കേട്ടോ. വേറെ കാര്യം എൻ്റെ പൈസ എന്ത് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറയരുതല്ലോ. അപ്പം അത് വിറ്റായിരുന്നു. പിന്നെ അത് കേട്ട് അവരെന്നെ തീർത്തു. ഇനി മോനെ വോയിസ് നമ്മൾ 50 പിടിയില്ല കേട്ടോ. ഇത് ഇനി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളെ ഹെവി നോട്ട് എടുക്കും. 500ൻ്റെ എടുക്കും. നോക്കി പെട്ടെന്ന് നടക്കും. ഞാൻ ആഗ്രഹിച്ചില്ല നേടിയിട്ടേ ഉള്ളൂ. അപ്പം എന്തായാലും അടുത്ത 500ൻ്റെ ആയിരിക്കും മോനെ. ഇനി 50ൻ്റെ ആയതുകൊണ്ട് എണ്ണം കുറച്ച് കൂടിപ്പോയി എന്നുള്ള വൈബ് മാറ്റി 500ൻ്റെ പുറത്തൊന്നും ഇല്ലല്ലോ. കുറച്ച് ഈഗോ ആയിട്ട് നോക്കിയോ. അവർ പക്ഷെ ഒരു വൈബായിരുന്നു. അവർ പിന്നെ ലാസ്റ്റ് വരെ ഓക്കെ ആയിട്ട്. തുടക്കത്തിൽ എനിക്ക് അവരുടെ സംസാരം ഇഷ്ടപ്പെട്ടില്ല. കുറ്റം പറയാൻ പറ്റുന്നത് വെച്ചാൽ അവരുടെ ജോലിയാണത്. എന്നാലും എണ്ണണ്ടേ, അവരുടെ ജോലിയല്ലേ, വല്ലപ്പോഴൊക്കെ അല്ലേ എണ്ണട്ടാ. വോയിസ് ഞാൻ ബീച്ചിലാണ്. സത്യം പറയുവാണെങ്കിൽ ബീച്ചിൽ തന്നെയാണ്. എന്തിനാ സത്യം പറയാന്ന് പറയുന്നത്. എന്തായാലും ഞാൻ വേറെ കാര്യം പറയാൻ വിളിച്ചില്ലല്ലോ. എന്താണ് ഞാൻ പറയുന്നത്, എനിക്ക് വയ്യ. അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റേ ആ ഹോണ്ടഡ് ഹൗസില്ലേ, അവിടെ ഞാൻ പത്തനംതിട്ടയിൽ പോയി നോക്കി. പക്ഷേ പയ്യൻ എനിക്ക് തോന്നുന്നു വെറുതെ പോസ്റ്റ് ആക്കുവാണ്. അവൻ ലാഗാക്കി വിളിക്കുമ്പോഴൊക്കെ ലാഗാക്കുന്ന. അവിടെ വന്നിട്ട് കാണിച്ചു തരാൻ പറഞ്ഞാൽ കാണിച്ചിരുന്നില്ല. അപ്പോൾ വെറുതെ കള്ളക്കഥ തള്ളി ഇറക്കിയതാണെന്ന് ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 85%, 95% കൺഫേം ആയി. എന്നാലും വല്ലതും അവസാനം പുഷ് ത്രൂ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഹോണ്ടഡ് ഹൗസ് ഉണ്ടെങ്കിൽ പറയും, ഞാൻ വരാം. എന്തായാലും ഞാൻ ഇപ്പോൾ ബീച്ചിൽ വന്നു. ഇവിടെ അക്ഷയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആയിട്ട് ഞാൻ നാളെ രാവിലെ ഒരു സബ്സ്ക്രൈബറിനെ പിക്കപ്പ് ചെയ്യണം 9:00. അവൻ എന്താണ് എൻ്റെ വലിയൊരു ഫാനാണെന്ന് പറയുന്നു. അവൻ അക്ഷയനെ എങ്ങനെയൊക്കെ കോൺടാക്ട് ചെയ്ത് ഇൻസ്റ്റയിൽ പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യാൻ നോക്കുമായിരുന്നു. പിന്നെ എന്തായാലും അവർ വരണമെന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വരാൻ പറഞ്ഞാൽ വരുന്നു. 15 വയസ്സ് കണ്ടേ ഉള്ളൂ. അപ്പോൾ അത് നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ലോൺ ഞാൻ നോക്കുന്നുണ്ട്. ലോൺ നടക്കുന്നില്ല. 1-2 ബാങ്കിൽ നിന്ന് പോയി പ്ലോട്ട് മേടിക്കാനുള്ള ലോൺ നടക്കുന്നില്ല. അതെങ്ങനെയും ഞാൻ ട്രൈ ചെയ്യുകയാണ്. ഞാൻ പറയാം. ദേ ബോയ്സ്, ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ നിൽക്കുന്നു. ഇവാ സ്റ്റാർക്കിനെ അറിയായിരിക്കും. പഠിച്ച് പാടിയിരിക്കും. ഇപ്പൊ പുതിയ ട്രെൻഡൊക്കെ ഇറങ്ങുന്നത് കേട്ട് പഠിച്ച് ഡാൻസ് ചെയ്തിരിക്കും. പഠിച്ച് ഡാൻസ് ചെയ്തിരിക്കും എന്നൊക്കെ. കൂടെ ഇമ്മീസ് വ്ലോഗ് ഒക്കെ ഉണ്ടോ നോക്കി? ഫുഡ് ഉണ്ടാക്കാൻ വന്നതാണെന്നാ? എന്ത് ബീച്ചിലാ? ഇമ്മീസ് വ്ലോഗിന്റെ മകനാണിത്, വേറെ ആരുമല്ല. ഇത് ഇമ്മീസ് വ്ലോഗിന്റെ മോളാണ് കേട്ടോ. ആകാശം നമ്മള് WTFന്റെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ് സ്പൈസി സ്റ്റാർക്കും ചെയ്യും. സ്റ്റാർക്കിന്റെ കൂടെ ഒരു പുതിയ എഡിറ്ററും ഉണ്ട്, അവനും ചെയ്യുമെന്ന് പറഞ്ഞു. ആ 3 പേരെ എടുത്ത് ചെയ്യണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. 3 പേരെ എടുത്തിട്ട് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് ലെവൽ സ്പൈസ് കൊടുക്കുക. അത്രയ്ക്ക് ബുദ്ധിമുട്ട് കാണത്തില്ല. പഠിച്ച് പ്രയത്നിച്ച് കഴിച്ചിരിക്കും. ഡെയിലി പച്ചവെള്ളം കഴിച്ച് നീ സെറ്റ് ആക്കിയാൽ മതി. ട്രെയിനിങ് വേണ്ട, എല്ലാം പഠിച്ചല്ലേ ചെയ്യണ്ട. പറ്റും. ഇതാണ് ആ പയ്യൻ. അവന്റെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ച് അവൻ സ്വന്തമായിട്ട് ഇത് പറയുന്ന കേട്ടോ. അവൻ ക്യൂട്ടാണെന്ന്. നാളെ കാണാൻ വരും. ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ചേച്ചി തൃശ്ശൂര് പഠിക്കാം. അപ്പൊ ചേച്ചിക്ക് എന്തെങ്കിലും കൊണ്ടേ കൊടുക്കേണ്ടി ഞാൻ ഒറ്റയ്ക്ക് പോകാറുണ്ടേ. വലിയ പയ്യനാ. കാണാൻ പോണ്ട് പോയിക്കോട്ടെ ഞാൻ ചോദിച്ചു. അപ്പൊ പറയും കുഴപ്പമില്ല. പാരന്റ്സ് ഒക്കെ ഓക്കെയാ. എന്താ പേര്? അലൻ സേവിയർ. എന്നാ ഓരോ പിള്ളേർ എന്തൊക്കെ ചെയ്യുന്ന കണ്ട? നീ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പബ്ജി കളിക്കാം. പബ്ജി കളിക്കാം. അതെ, ഓക്കെ ഒക്കെ പറയുന്നു. വോയിസും വന്ന്. ഒരു പ്രപ്പോസലിന്റെ ഫീൽ ആയിരുന്നു. കുഴപ്പമില്ല, അവൻ റിജക്ട് ചെയ്തില്ലേ, അവൻ അക്സെപ്റ്റ് ചെയ്തു. അവൻ വരട്ടെ നാളെ. അപ്പൊ ഈ വീഡിയോ ഇവിടെ ചേർത്താണ്. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ. നെക്സ്റ്റ് ടൈം.